2 ദിവസം നീണ്ടു നിൽക്കുന്ന CPIM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തുടങ്ങുകയാണ്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് യോഗം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഉന്നത നേതൃത്വം ഏറ്റെടുക്കണമെന്ന് നിർദ്ദേശം നൽകുന്നതാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്. ടി വി പ്രസാദ് തുടരുന്നുണ്ട്. ടി വി പ്രസാദ്, ഇതിപ്പോൾ തോൽവിയുടെ ഉത്തരവാദിത്തം പ്രാദേശിക നേതൃത്വങ്ങളുടെ മേൽ കെട്ടിവെച്ചൊഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളൊരു മുന്നറിയിപ്പും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ഒപ്പം മറ്റൊരു വിഷയം കൂടി ഇപ്പോൾ നിൽക്കുന്നത് ദേശാഭിമാനി വിവാദമാണ്. ഇതടക്കം ചർച്ചയാകുമല്ലേ? ശ്രുതി ഷിഹാസെ, CPIM-നെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലേറ്റ ഏറ്റവും വലിയ പരാജയമാണ് കേരളത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പരാജയത്തിനപ്പുറത്തേക്ക് പയ്യന്നൂർ പോലെയുള്ള, തളിപ്പറമ്പ് പോലെയുള്ള ചെങ്കോട്ടകൾ നെടുകെ പിളർന്നുപോയ ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഗുരുതരമായ വിമർശനങ്ങളാണ് മുൻപത്തെ കാലത്ത് കാണാത്ത രീതിയിൽ നേതൃത്വത്തിനെതിരെ വന്നത്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന ആ പ്രചാരണം, ആ തെരഞ്ഞെടുപ്പ്, അതുപോലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിച്ച തെരഞ്ഞെടുപ്പ്, ഇവർക്ക് രണ്ടുപേർക്കുമെതിരെയായിരുന്നു അതിരൂക്ഷമായ വിമർശനം. ഇങ്ങ് താഴെത്തട്ട് ബ്രാഞ്ച് മുതൽ ലോക്കൽ, ഏരിയ, ജില്ല തുടങ്ങിയ എല്ലാ ഘടകങ്ങളിൽ നിന്നും ഉയർന്നു വന്നതെങ്കിൽ പോലും ഏതെങ്കിലും വ്യക്തികളെ പരാമർശിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് നേരത്തെ സ്റ്റേറ്റ് കമ്മിറ്റി തയ്യാറാക്കിയില്ല എന്ന വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച പാർട്ടിക്കാണ് എന്ന വിലയിരുത്തലിലേക്കാണ് പാർട്ടി എത്തിയത്. പക്ഷേ വിമർശനം രൂക്ഷമായി ഉണ്ടായത് പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ അതിനുശേഷം ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിനും ഇത് സംബന്ധിച്ചുള്ള രൂക്ഷമായ ആ ചർച്ചകളുണ്ടായി. നമ്മൾ സമീപകാലത്ത് കാണാത്ത രീതിയിൽ നേതാക്കളെല്ലാം പരസ്യമായി അഭിപ്രായം പറയുന്ന നിലയിലേക്ക് CPIM എത്തി എന്നുള്ളതാണ്. സാധാരണ കണ്ടുപരിചയമില്ലാത്തതായിരുന്നു കഴിഞ്ഞ 10-20 വർഷക്കാലം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി നിലവിലുള്ള നേതൃത്വത്തിന് എതിരായ ഇത്തരം വിമർശനങ്ങൾ അത് വലിയ തോതിൽ പുറത്തേക്ക് ഉൾപ്പെടെ വരുന്ന ഒരു സ്ഥിതി കണ്ടു. എന്തായാലും ഇന്ന് തുടങ്ങുന്ന CPIM സംസ്ഥാന കമ്മിറ്റി യോഗം ഏറെ പ്രധാനപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ ഇവിടെ കഴിഞ്ഞെങ്കിൽ പോലും പിന്നീട് കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ റിവ്യൂ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വളരെ കൃത്യമായി നടക്കും. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശാഭിമാനി വിവാദം വിട്ടൊഴിയുന്നില്ല. സമീപകാലത്തെ മറ്റൊരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങളും CPIM-ന്റെ ചർച്ചയുടെ ഭാഗമായി വരും എന്നതാണ് ശ്രീ. ശരി, വ്യക്തമാണ്. ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.